മണ്ഡല പൂജയ്ക്ക് ചാർത്താനുള്ള തങ്കാങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ തുടങ്ങി. ഈ മാസം 26-ാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് ഘോഷയാത്ര സന്നിധാനത്തെത്തും. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് ഇതിൻ്റെ പല മേഖലയിലും അനുഭവപ്പെടുന്നുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് PS പ്രശാന്ത് ആണ്. സർ, എങ്ങനെയാണ് ഇനി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു? എങ്ങനെയാണ് യാത്രയുടെ ക്രമം? എങ്ങനെയാണ്? കൃത്യമായി ഇന്ന് 26-ാം തീയതി പമ്പയിലേക്ക് എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നിറപറയോടുകൂടിയുള്ള സ്വീകരണങ്ങളും ഈശ്വര വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും എല്ലാവിധമായ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിയായിരിക്കും 26-ന് പമ്പയിൽ. മലയിലൊരു തിരക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നിയന്ത്രണ വിധേയമാണ്? തീർച്ചയായും നിയന്ത്രണ വിധേയമാണ്. അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യക്രമങ്ങളും സർക്കാരും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല ഒരു മണ്ഡലകാലമായി പര്യവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എല്ലാവരും ഉണ്ട്. മുൻ MLA മലയത്ത് സരളാദേവി, മുൻ പ്രസിഡന്റ് പത്മകുമാർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. 26-ന് വൈകുന്നേരം ഇത് സന്നിധാനത്ത് എത്തിച്ചേരും. ഈ തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചേരും. 420 പവൻ തൂക്കമുള്ള തങ്കയങ്കിയാണിത്. എന്തായാലും 972-ൽ ഇത് സമർപ്പിക്കപ്പെട്ടതാണ്. എന്തായാലും ഇത് കൃത്യം 26-ന് വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേരും. 27-ന് തങ്കയങ്കി ചാർത്തിയാകും പിന്നീട് പൂജ നടക്കുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇത് 26-ന് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ പല മേഖലകളിലും സ്വീകരണം ഉണ്ടാകും. ഇന്ന് ഓമല്ലൂർ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ സ്വീകരണം നടക്കുക. അവസാനം ഓമല്ലൂർ രക്തകണ്ഠേശ്വര സ്വാമി ക്ഷേത്രത്തിൽ അവസാനം ഇന്ന് സമാപിക്കും. അതിനുശേഷം നാളെ രാവിലെ ആയിരിക്കും പിന്നീട് വീണ്ടും ഘോഷയാത്രയായി പുറപ്പെടുക. 26-ന് മാത്രമേ ഇത് അവിടെ എത്തിച്ചേരുകയുള്ളൂ.